Dear HSA aspirants, welcome back to TOS Academy. HSA നാച്ചുറൽ സയൻസിന്റെ വെക്കേഷൻ സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. HSA എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ടൈം പീരീഡിലാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മുൻപിൽ ഉറപ്പിച്ചു പറയാൻ മാക്സിമം 5 മന്ത്സ് ആണുള്ളത്. അതിലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് ഈ ഒരു 2 മന്ത് വെക്കേഷൻ ടൈം എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ സയൻസിന്റെ HSA സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫസ്റ്റ് റിവിഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനും ഈ ഒരു വെക്കേഷനിൽ പോസിബിൾ ആണ്. ഡെയിലി ഒരു 3 to 4 hours കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് നമുക്കൊരു 3 to 4 hours HSA എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ 10 ആഴ്ച കൊണ്ട് നമ്മുടെ 8 മൊഡ്യൂൾസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി പ്ലാൻ ഡിസ്കഷൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടോസ് അക്കാഡമിയെ പരിചയപ്പെടുത്താം. ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളായിട്ടുള്ള കേറ്ററ്റ്, സെറ്റ്, നെറ്റ്, സിടെറ്റ് അതുപോലെ PSC എക്സാംസ് ആയിട്ടുള്ള LP, UP, HSA, HSST മുതലായവയ്ക്കുള്ള ഓൺലൈൻ കോച്ചിങ്സ് ആണ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് മുതലായവയ്ക്കുള്ള HSA വെക്കേഷൻ ബാച്ചസ് ഏപ്രിൽ 4 തീയതി മുതൽ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ്ലി തന്നെ നമുക്ക് നാച്ചുറൽ സയൻസിന്റെ സിലബസിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 11 മൊഡ്യൂൾസ് ആണുള്ളത്. അതിലെ 8 മൊഡ്യൂൾസ് നമ്മുടെ സബ്ജക്ട് പാർട്ട് ബോട്ടണി ആൻഡ് സുവോളജി പോർഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് 8 മൊഡ്യൂൾസ്. ദെൻ 3 മൊഡ്യൂൾസ് വരുന്നത് ജനറൽ പാർട്ടിൽ നിന്നാണ്. ജനറൽ പാർട്ടിൽ GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്, ആ ഒരു ഏരിയാസ് ഒക്കെയാണ് ജനറൽ പാർട്ടിൽ വരുന്നത്. അങ്ങനെ നമുക്ക് 11 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ദെൻ എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ എക്സാം വരുന്നത് 100ലാണ്. അതിലെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് മീഡിയം ഇംഗ്ലീഷിലായിരിക്കും. ആ 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ ജനറൽ പാർട്ട് ബേസ്ഡ് ആയിട്ടും അടുത്ത 80 ക്വസ്റ്റ്യൻസ് മീഡിയം മലയാളത്തിലാണ്. ആ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ സബ്ജക്ട് പാർട്ട് ബോട്ടണി സുവോളജി ബേസ്ഡ് ആയിട്ടുമായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ സിലബസ് ആൻഡ് എക്സാം സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ദെൻ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 ആഴ്ച കൊണ്ട് നമ്മൾ ഡിഗ്രി PG ലെവലിലൊക്കെ പഠിച്ച 35ഓളം മേജർ ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പേപ്പേഴ്സ് എന്ന് തന്നെ വേണേൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള 35ഓളം ടോപ്പിക്സ് ആണ് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ ഒരു 35 ടോപ്പിക്സിനെ ഈ ഒരു 10 ആഴ്ചയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരാഴ്ച ഞാൻ ചൂസ് ചെയ്യുന്നത് 3 ഏരിയാസ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 3 ഏരിയാസ് ആണ്. ഹ്യൂമൻ ഫിസിയോളജി, ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി. ഈ പോർഷൻസ് ചൂസ് ചെയ്തതിനൊരു കാരണമുണ്ട്. കാരണം ബോട്ടണി ആൻഡ് സുവോളജി ഡിഗ്രി പഠിച്ചവരാണ് ഈ ഒരു HSA എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും +1, +2 ലെവലിൽ ഈ ഒരു ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ഒരു ഏരിയാസ് സംബന്ധിച്ച് ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മളൊരു ഇതുവരെയും പഠിക്കാത്തൊരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നതിനേക്കാളും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നതും ഒന്ന് പഠിച്ച ആ ഒരു ട്രാക്കിലേക്ക് വീഴാനൊക്കെ എളുപ്പമായിട്ടുള്ളത് ഈ ഒരു 3 ടോപ്പിക്സിലൂടെ ഫസ്റ്റ് വീക്കിലൂടെ പഠിച്ചു പോകുന്നതാണ്. കാരണം ഈ ഒരു ഏരിയാസിൽ നിന്ന് ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ഫിസിയോളജി, ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി ബേസ്ഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ന്യൂട്രീഷൻ, സർക്കുലേഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, മസിൽ ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എൻഡോക്രൈനോളജി ഇത്രയും ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. അതിലൊരു 80% ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്ക് അതിന് താഴോട്ടുള്ള NCERT, SCERT ടെക്സ്റ്റ് ബുക്കുകൾ മതിയായിരിക്കും. ഒരു 20% ഓഫ് പോർഷൻസ് വരുന്നത് ഡിഗ്രി ലെവലാണ്. ദെൻ ഇമ്മ്യൂണോളജി നമ്മുടെ ഒരു +2 ലെവലിലേക്ക് പോവുക. ദെൻ അതുപോലെ തന്നെ എക്സാമ്പിൾസിനൊക്കെ ഇപ്പോൾ അവിടെ നമുക്ക് അലർജികളെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ വാക്സിനേഷനെ സംബന്ധിച്ചൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചൊക്കെ ജനറൽ ഏരിയാസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 70% ഓഫ് സിലബസ് ഇമ്മ്യൂണോളജി പാർട്ടിൽ നിന്നുള്ളത് ഈ ഒരു +2 ലെവൽ സിലബസ് തന്നെ പഠിച്ചാൽ മതിയായിരിക്കും. അതിനപ്പുറം ഒരു 30% ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു ഡിഗ്രി ലെവൽ ഏരിയാസ് ആണ്. ദെൻ മൈക്രോബയോളജി ഒരു 50% മാത്രമാണ് നമ്മുടെ ഒരു
സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്സിലുള്ളൂ. ബാക്കി മുഴുവൻ ഹയർ ടോപ്പിക് ആണ്. അപ്പോൾ പഠിച്ച് തുടങ്ങാൻ ഏറ്റവും നല്ലത് ഹ്യൂമൻ ഫിസിയോളജി, ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി പോർഷൻസ് ആണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്സ് വീക്ക് 1 തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീക്ക് 2 പ്രിപ്പറേഷൻസിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് 3 ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ്. 3 ഡിഗ്രി ലെവൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഏരിയാസ് ബയോളജി, ടെറിഡോളജി ആൻഡ് ജിംനോസ്പം. ഇത് 3ഉം ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ്. ബേസിക് റെഫറൻസ് തന്നെ ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളാണ്. എക്സാമ്പിൾ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഓരോന്നിന്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വീക്കിൽ തന്നെ ഈ ഒരു ബയോളജി, ടെറിഡോളജി, ജിംനോസ്പം പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ നമ്മളുടെ ഒരു ഡിഗ്രി പഠിച്ചവർക്ക് അല്ലെങ്കിൽ PG പഠിച്ചവർക്കൊക്കെ ഓരോ പേപ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഏരിയാസ് ബയോളജി, ടെറിഡോളജി, ജിംനോസ്പം എന്നൊക്കെ ഉള്ളത്. സോ അത് മുഴുവനൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ആന്ത്രോസിറോസും ഫ്യൂണേറിയയും റിക്സിയൊക്കെയാണ് ബയോളജിയിൽ വരുന്നത്. ടെറിഡോളജിയിൽ ഇക്യൂസിറ്റം, സൈലോട്ടം, സെലാജിനെല്ല അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലത് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു 3 ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് വീക്ക് 3 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് ജെനറ്റിക്സ്. നമ്മുടെ സിലബസ് പ്രകാരം മൊഡ്യൂൾ 3ലും മൊഡ്യൂൾ 7ലും ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് എല്ലാം കിടക്കുന്നത്. അതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയാസ്. കാരണം നമുക്കൊരു 8 to 10 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു ഏരിയാസ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏകദേശം 10ഓളം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരു ഫസ്റ്റ് റിവിഷനുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3ാമത്തെ ആഴ്ചയിൽ ഒരു ഫസ്റ്റ് റിവിഷൻ നമ്മൾ പഠിച്ച ഈ ഒരു ടോപ്പിക്സ് എല്ലാം ഒരു തവണ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോകാനും പഠിക്കാനും ഉള്ള ഒരു ഫസ്റ്റ് റിവിഷന്റെ ടൈമാണ് 3rd വീക്ക് എന്നുള്ളത്. വീക്ക് 4ലേക്ക് വരുമ്പം ബോട്ടണിയുമായി റിലേറ്റ് ചെയ്ത 4 യൂണിറ്റുകളാണ് നമ്മൾ വെക്കേഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തത് പ്ലാൻ മോർഫോളജി, രണ്ടാമത്തത് സിസ്റ്റമാറ്റിക്സ്. പ്ലാൻ മോർഫോളജിയിൽ റൂട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിക്കാൻ സിലബസിൽ കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ NCERT ലെവലിൽ അതൊന്ന് വായിച്ചു പോകുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടാവും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സിലബസിലെ കാര്യം മാത്രമല്ല ചോദിക്കുക എന്ന് നമ്മുടെ സിലബസിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ദെൻ ലീഫ് അതേപോലെ സ്റ്റെം, ഇത് രണ്ടും ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യമൊക്കെ നിങ്ങൾ NCERT ലെവലിൽ വായിക്കുക. കുറച്ച് ടേംസും കാര്യങ്ങളും മോഡിഫിക്കേഷൻ ടേംസും കാര്യങ്ങളൊക്കെ NCERT ലെവലിൽ കുറവാണ്. പക്ഷെ വളരെ നല്ല രീതിയിൽ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. അത് വായിച്ച ശേഷം നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് പഠിക്കുക. അതിൽ ടേംസും കാര്യം ഒക്കെ ബുക്കിലുണ്ടാവും. അത് എക്സാമ്പിളടക്കം നിങ്ങൾ നന്നായി പഠിക്കുക. ദെൻ പ്രസന്റേഷൻ, അത് NCERT ലെവൽ മതിയാവും. ദെൻ ഫ്രൂട്ടും ഇൻഫ്ലോറസൻസും, ആ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ NCERT കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അതിനുശേഷം ഡിഗ്രി ലെവൽ ബുക്കിൽ പഠിക്കേണ്ടതാണ്. ഫ്രൂട്ടും ഇൻഫ്ലോറസൻസും, ഓരോ പ്ലാന്റിൽ കാണുന്ന ഇൻഫ്ലോറസൻസ്, അതേപോലെ ഫ്രൂട്ട്, ഇന്ന ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന് എക്സാമ്പിൾ ഏത് ഫലമാണ്, ഏത് ഫ്രൂട്ടാണ് എക്സാമ്പിൾ? മാങ്ങ അല്ലേ? മാങ്ങ ഒരു ബെറി ഫ്രൂട്ടാണ്. അങ്ങനെ എല്ലാത്തിനും എക്സാമ്പിൾ നന്നായി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ. ദെൻ സിസ്റ്റമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഫാമിലീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ മോളിക്കുലർ ടാക്സോണമി, കീമോ ടാക്സോണമി, കുറച്ച് ടേംസുകളും കാര്യങ്ങളും, ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ NCERT ലെവലിൽ വായിച്ച ശേഷം ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവും. വളരെ ഷോർട്ടായിട്ട് NCERT ലെവലിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് വായിച്ച ശേഷം നിങ്ങൾ ഡിഗ്രി ലെവലിൽ വായിക്കുക. അതേപോലെ ടാക്സോണമി ഫാമിലി പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഫാമിലിക്ക് ഇന്ന ടൈപ്പ് ഓവർ കാണുന്ന ഫാമിലി ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഇൻഫ്ലോറസൻസ് കാണുന്ന ഫാമിലി ഗ്രൂപ്പ്, അങ്ങനെ ചിലത് നല്ല റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ടാവും. അത് നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചോദിക്കാനാണ് ചാൻസ്. കുക്കുർബിറ്റേസിയെ കാണുന്ന ഓവർ ഏതാണ് വെച്ചാൽ നമുക്കറിയാം, ഹാഫ് ഇൻഫീരിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, ഹാഫ് ഇൻഫീരിയർ, ഇങ്ങനെ 3 ടൈപ്പ് ഓവറീസ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ഇത് ഓരോരോ ഫാമിലിയിൽ പ്രത്യേകത ഉണ്ടാവും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ അടുത്തതാണ് അനാട്ടമി. അനാട്ടമിയിൽ ആദ്യത്തെ കുറച്ച് പോർഷൻസ്
കംപ്ലീറ്റ് പ്ലാന്റ് സെൽസ്, അതേപോലെ ഇൻക്ലൂഷൻസ്, ഓരോ പ്ലാന്റ് സെല്ലിൽ കാണുന്ന ഇൻക്ലൂഷൻസ്, ദെൻ നോഡൽ അനാട്ടമി ഒക്കെ പക്കാ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ അതിൽ നമ്മൾ NCERT ലെവൽ പഠിക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള ഏരിയ ആണ് ഡൈക്കോട്ട്, മോണോക്കോട്ട്, സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്, ഇതിൻ്റെ ഒക്കെ അനാട്ടമി. അതേപോലെ ടിഷ്യൂസിനെ കുറിച്ച് അതൊക്കെ NCERT ലെവൽ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡൈക്കോട്ടിന്റെ, മോണോക്കോട്ടിന്റെ, വേരിന്റെ, റൂട്ട്, അതേപോലെ തണ്ടിന്റെ ഒക്കെ അനാട്ടമി പഠിച്ചു വെക്കണം. ഇവ നമ്മളെ വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എക്കണോമിക് ബോട്ടണി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ലാസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. സെലക്റ്റീവ് ആയിട്ട് കുറച്ച് പ്ലാന്റ്സുകളുടെ യൂസ്ഫുൾ പാർട്ടും അതേപോലെ അവ ഏത് ഫാമിലി ആണെന്നും അതിന്റെ ഏത് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണത്. നമുക്കൊരു ദിവസം 2 മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഈ 3 ടോപ്പിക്കുകളുടെയും പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ നന്നായി റിവിഷൻ ചെയ്യണം. എക്സാമ്പിൾ കുറേ പഠിക്കാനുണ്ടാവും. പ്ലാന്റ് മോർഫോളജിയിലാണെങ്കിലും സിസ്റ്റമാറ്റിക്സിലാണെങ്കിലും എക്കണോമിക് ബോട്ടണി ആണെങ്കിലും നമുക്ക് പ്രോപ്പർ റിവിഷൻ നടക്കണം. വീക്ക് 5ലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ബോട്ടണി റിലേറ്റ് ചെയ്ത കുറച്ച് ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്ലാന്റ് ഫിസിയോളജി. നോട്ട് ചെയ്ത് വെച്ചോ, പ്ലാന്റ് ഫിസിയോളജിയിൽ 2 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. ഒന്ന് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഇതൊന്ന് രണ്ടാമത്താണ് ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഏരിയാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് മിനിമം ഫോട്ടോസിന്തസിസ് ചോദിക്കും. അതേപോലെ പ്ലാന്റ് ഹോർമോണിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്സിൻ, ജിബറിൻ, അതേപോലെ എത്തിലീൻ, സൈറ്റോകൈൻ തുടങ്ങിയ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 4-5 ഹോർമോൺസ് ആണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അത് ഡിഗ്രിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഡിഗ്രി ലെവലാണ് ഈ 2 ടോപ്പിക്കും പഠിക്കേണ്ടത്, പ്രകാശ സംശ്ലേഷണവും അതേപോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസും. ഓക്കെ, ദെൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. അടുത്ത യൂണിറ്റ് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇനി കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രീഡിംഗ്, അതേപോലെ ഹൈബ്രിഡൈസേഷൻ, ഹെട്രോസിസ്, ഇംബ്രീഡിംഗ് ഡിപ്രഷൻ, പ്ലോഡിപ്ലോയിഡ് ബ്രീഡിംഗ്, അതേപോലെ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ടേംസ് ഒക്കെ ഉണ്ട്. ആ ടേംസ് എന്താണെന്ന്, ഓരോന്ന് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചു ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നായിരുന്നാലും ഓരോന്ന് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയില്ലേ, സിലബസ് ഒന്ന് നമ്മൾ നോക്കി വെച്ചാൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുമെന്ന്, അതുപോലെ പറയാണ്. ഓരോ ടേംസ് എന്താണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അത് എന്താണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബഡിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ക്ലാസ് തന്നെ കൊടുത്തൊരു ടോപ്പിക്കാണ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. ദെൻ അടുത്താണ് എംബ്രിയോളജി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്പോറോജെൻസിസ്, മെഗാസ്പോറോജെൻസിസ്, ടൈപ്പ് ഓവ്യൂൾസ്. നമുക്ക് 3 ടൈപ്പ് ഓവ്യൂൾസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. അതേപോലെ എൻഡോസ്പേം ഫോർമേഷൻ ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്പോമിസിസ്, പോളി എംബ്രോണി, അപ്പോസ്പോറി, പാർത്തറോകാർപ്പി, ഇത്രയും ടേംസ് ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടേമും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതും ഓർത്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി. ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നൈട്രജൻ മെറ്റബോളിസം. ഓക്കെ, നൈട്രജൻ്റെ മെറ്റബോളിസം കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിക്കൽ നൈട്രജൻ വിസെക്ഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പോൾ ഇതിൽ പ്ലാന്റ് ഫിസിയോളജി, എംബ്രിയോളജി, മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 യൂണിറ്റുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസും ഞാൻ പറഞ്ഞു ഓരോന്നിലും. പക്ഷെ ബാക്കി പഠിക്കേണ്ടെന്നല്ല, അതും പഠിച്ചു വെക്കണം. നമ്മൾ ഊന്നി പഠിക്കേണ്ട ഏരിയാസ് ആണ് എടുത്തു പറഞ്ഞത്. ദെൻ വീക്ക് 6ലേക്ക് വരുമ്പം മൈക്കോളജി, ഫംഗസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മൈക്കോളജി അല്ലേ. ദെൻ ലൈക്കനോളജി, പ്ലാന്റ് പാത്തോളജി. നമുക്കറിയാം മൈക്കോളജി ഫംഗസിനെ പറ്റിയുള്ള പഠനം. ഫംഗസും ആൽഗയും തമ്മിൽ ചേരുന്ന അസോസിയേഷനാണ് ലൈക്കൻ. ദെൻ അതിനെപ്പറ്റിയുള്ള പഠനമാണ് ലൈക്കനോളജി. ദെൻ പല ഇതുപോലുള്ള ഫംഗസും ബാക്ടീരിയയും ഒക്കെ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങൾ, പ്ലാന്റിന് അസുഖം വരാം, അതിനെപ്പറ്റിയുള്ള ഏരിയ ആണ് പ്ലാന്റ് പാത്തോളജി. ഒന്നും വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടോപ്പിക്കുകളാണ്. ഇതിലും പാത്തോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എടുത്തു പറഞ്ഞ കുറച്ച് ഡിസീസസുകളുണ്ട്, അതിനെപ്പറ്റിയും അതിൻ്റെ രോഗകാരിയെക്കുറിച്ചും അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ
നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ലൈക്കറോളജി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു കഴിയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ചെറിയൊരു ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്കോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കോളജിയിലും എടുത്തെടുത്ത് പറഞ്ഞ ടൈപ്പ് സ്റ്റഡി ഒക്കെ അതേപോലെ പഠിച്ചു വെക്കണം. അതിൻ്റെ ഓരോ ഫ്രൂട്ടിംഗ് ബോഡിയെക്കുറിച്ചും അതേപോലെ സ്പോറിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ എടുത്തു പഠിക്കണം. ക്ലിയർ ആണോ? വീക്ക് 7ലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് സുവോളജി പോർഷനിലേക്ക് പോവുകയാണ്. ബയോ കെമിസ്ട്രി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി. ബയോ കെമിസ്ട്രി തന്നെ കുറച്ച് സബ് യൂണിറ്റ് ഉണ്ട്. മെറ്റബോളിസം, ലിപ്പിഡ്, എൻസൈംസ്. ഇതിൽ ആദ്യം കൊടുത്ത യൂണിറ്റ് ബയോ കെമിസ്ട്രി ബയോമോളിക്യൂൾസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്. ഇവിടെ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസിയാണ് പഠിക്കാൻ അല്ലേ? ഇതൊക്കെ NCERT ലെവലിലൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്, അതേപോലെ മോണോസാക്രൈഡ്, കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓരോന്നിന്റെ എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ വെച്ച് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ദെൻ ഗ്ലൈക്കോജിയോജെൻസിസ്, ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിളൊക്കെ മെറ്റബോളിസത്തിൽ വരുന്ന ഏരിയാസ് ആണ്. ETC ഒക്കെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്ന് എവിടെ വെച്ച് നടക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ലിപ്പിഡ്, ബീറ്റാ ഓക്സിഡേഷൻ, പ്രോട്ടീൻ ഡീഅമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയൊക്കെ നിങ്ങൾ ഓരോന്ന് നടക്കുന്ന എന്താണെന്നും ഇവയൊക്കെ എന്താണെന്നും എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ഈ പ്രോസസ്സൊക്കെ എന്തിനാണ് നടക്കുന്നതെന്നും അത് എവിടെയാണ് നടക്കുന്നതെന്നും നോക്കി വെക്കുക. എൻസൈം, ഈ എൻസൈമിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അതേപോലെ ആക്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഐസോ എൻസൈം, കോ എൻസൈം എന്ന കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോ ഫാക്ടർ, അതൊക്കെ നിങ്ങൾ എന്താണെന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഡെവലപ്മെന്റൽ ബയോളജി ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. തിയറീസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, സെൽ ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. ടെറാട്ടോളജി, എക്സ്പെരിമെന്റൽ എംബ്രിയോളജി, ഇതൊക്കെ ഒരു ഡിഗ്രി ലെവൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. വെച്ചാൽ ഞാൻ നേരത്തെ പറയുന്നത് കരുതാണ്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം നമ്മളിപ്പം ഈ വീക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയാസ് ഇതാണെന്ന് നമുക്ക് നേരത്തെ കയ്യിലുണ്ട്. അതിന് വേണ്ട എല്ലാ മെറ്റീരിയലും കളക്ട് ചെയ്ത് വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പം നിങ്ങളിപ്പോൾ ഡെവലപ്മെന്റ് ബയോളജിയിൽ ഒരു ടോപ്പിക് എടുക്കുക, കാണുന്നില്ലല്ലോ, അപ്പം തപ്പാൻ പോയിട്ട് നമ്മുടെ ടൈം പോകും. അപ്പം അതിന് മുമ്പേ പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നമുക്ക് ഓരോ ടോപ്പിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏരിയാസ് വരുമ്പം പെട്ടെന്ന് തന്നെ എടുത്ത് പഠിക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. ടൈം പോകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. കാരണം ഇപ്പം പലതും പല ഭാഗത്തായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ഒരു പുസ്തകം കൊണ്ട് മാത്രം നമുക്കെല്ലാം പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക. അന്ന് നമ്മൾ പഠിക്കുന്ന വീക്കിൽ ഏതാണോ ആവശ്യം അത് മാത്രം അന്ന് ടേബിളിൽ വെച്ചാൽ മതി. എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യമായിരിക്കും. ഏതാണോ ആ വീക്ക് പഠിക്കേണ്ടത് അത് നമ്മൾ ആദ്യം പഠിക്കുന്ന ഓർഡർ അനുസരിച്ച് വെക്കുക. ദെൻ നമ്മളിപ്പോൾ കുറച്ച് 3 വീക്ക് കഴിഞ്ഞു, 4ാമത്തെ 5, 6, 7 അങ്ങനെ കഴിഞ്ഞു. ദെൻ എന്ത് വേണം? ഒരു റിവിഷൻ ആവശ്യമാണല്ലേ ഇനി അല്ലേ? ഇത്രയും നമ്മൾ പഠിച്ച് പോയി. ഞാൻ പ്ലാൻ മോർഫോളജി ഒക്കെ പറഞ്ഞത്, ആദ്യം പറഞ്ഞ പ്ലാൻ മോർഫോളജി ഒക്കെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു റിവിഷൻ വെക്കുന്ന നല്ലതായിരിക്കും. എക്സാമ്പിൾ ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് വേണം പഠിക്കാൻ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ലാസ്റ്റിലേക്ക് ഈ റിവിഷൻ ചെയ്യാൻ വളരെ എളുപ്പമാവും. അല്ലാണ്ട് നമ്മൾ ഈ വീക്ക് 4 പഠിച്ച എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നാ ചെയ്യും? മറന്നു പോവായിരിക്കും. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് വീക്ക് പഠിച്ചു കഴിയുമ്പോൾ അത്രയും വീക്ക് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എവിടെ നോക്കി പഠിക്കണ്ടേ? റിവിഷൻ ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് നോട്ടുകളും ഷോർട്ട് നോട്ടുകളും കാര്യം നോക്കിയാണ് പഠിക്കാൻ. ആ നോട്ടും കാര്യം നോക്കി പഠിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്ത നോട്ടിലെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയാൽ മതി. ഓക്കെ, അതും വളരെ ടൈം കൺസ്യൂം ചെയ്യാൻ എളുപ്പമായിരിക്കും. വീക്ക് 8 നമ്മളിവിടെ എവല്യൂഷൻ, എത്തോളജി, സൂജിയോഗ്രഫി, പാലിയോബോട്ടണി. എവല്യൂഷൻ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി ഏരിയാസ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. പാലിയോബോട്ടണിന്ന് ചാൻസ് ഉണ്ട്. പാലിയോബോട്ടണി റൈനിയൊക്കെ ടൈപ്പ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. ഫോസിൽ ടെറഡോഫൈറ്റ് ആണ് റൈനിയ, അതിൻ്റെ ടൈപ്പ് സ്റ്റഡി ആണ് കൊടുത്തിട്ടുള്ളത്. അത് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, പാലിയോബോട്ടണി ജിയോളജിക്കൽ ടൈം സ്കെയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റിയ വീക്കാണ്. വായിച്ച് പോവുക.
ഓരോ കാര്യങ്ങൾ എന്താണെന്ന കാര്യം വായിച്ച് പോവുക. വീക്ക് 9ലേക്ക് വരുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ ടിഷ്യൂ കൾച്ചർ, ബയോടെക്നോളജി രണ്ടും റിലേറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകളാണ്. ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ടിഷ്യൂ കൾച്ചർ. ബയോടെക്നോളജിക്ക് തന്നെ കുറേ ബേസിക് കാര്യങ്ങളും അതേപോലെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് NCERT ലെവലിൽ +2 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബോട്ടണിയിൽ കൊടുത്തിട്ടുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഏരിയാസ് ആണത്. അതേപോലെ തന്നെ സൗതേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, അതേപോലെ ഒരുപാട് ടേംസും പ്രോസസ്സിന്റെ പേരുകളൊക്കെ ഉണ്ട്. ഓരോന്ന് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ടിഷ്യൂ കൾച്ചറിൽ സെൽ ഡിഫറൻഷിയേഷൻ ഒക്കെ ഉണ്ടാവും. അതേപോലെ ഉപയോഗിക്കുന്ന മീഡിയാസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എൻവയോൺമെന്റൽ ബയോളജി, ലാസ്റ്റ് എൻവയോൺമെന്റൽ ബയോളജി ആണ്. ഒരുപാട് എക്കോസിസ്റ്റം, സോഷ്യൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്താണ്. എക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സും ഒക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വായിച്ച് പോയാൽ മതി. ഒരു കഥ വായിക്കുന്ന പോലെ ഏരിയാസ് ഒക്കെ ഉള്ളൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു പോവുക. കൂടുതൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ അകത്തില്ല. നമുക്കറിയാവുന്ന നമ്മുടെ നാച്ചുറലിനെ കുറിച്ചുള്ള നമ്മൾ തൊട്ടടുത്ത് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. നമുക്ക് റിലേറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആണ്. അപ്പം ബയോടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ, അത് പഠിച്ചു വെക്കുക. വീക്ക് 10ലേക്ക് വരുമ്പോൾ ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ ആനിമൽ ഡൈവേഴ്സിറ്റി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ആനിമൽ ഡൈവേഴ്സിറ്റി ഒരു വലിയ മൊഡ്യൂൾ തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളാണ് ആനിമൽ ഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഫൈലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഫയലും എടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും ഓരോന്നിലും, അത് എഴുതി പഠിക്കുക. ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ആനിമൽ ഡൈവേഴ്സിറ്റി നിങ്ങൾ പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റും, മറന്നു പോകാതെ തന്നെ. നമ്മളിപ്പോൾ ഒരു ഫയൽ എടുത്തിട്ട് നമ്മൾ ഒരുപാട് ആ ഫയലത്തെ കുറിച്ച് പഠിക്കുകയല്ല വേണ്ടത്. അത്യാവശ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫയലത്തെ കുറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് വരുന്നത്. നമുക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആനിമൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ ചോദിക്കുക. അപ്പം കാരണം കുറച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതായിരിക്കും. ദെൻ ബയോ ഇൻഫർമാറ്റിക്സ്, അതിലൊക്കെ പറയുന്ന കുറച്ച് ഡാറ്റാബേസുകളെ പറ്റിയാണ്. അപ്പോൾ ഓരോ ഡാറ്റാബേസസ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും ഓർത്ത് ചെയ്ത് വെക്കുക. ദെൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഒരുപാട് ടേമുകൾ കൊടുത്തിട്ടുണ്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സിലും. ഓരോന്ന് എന്താണെന്ന് ബയോ ഇൻഫർമാറ്റിക്സിലും ബയോസ്റ്റാറ്റിയിലും ഓരോ ടേമുകൾ എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് റിവിഷനാണ്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഷോർട്ട് നോട്ടുകളും അതേപോലെ നോട്ടുകളൊക്കെ ഉപയോഗിച്ച് ടൈം അധികം പോവാത്ത രീതിയിൽ റിവിഷൻ ചെയ്യും. ക്ലിയർ ആയോ? ദെൻ ഒരു 10 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെക്കേഷൻ കംപ്ലീറ്റ് ആവും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് വീക്കിലി ഒരു 10 അവർ, എല്ലാ ദിവസവും 10 അവർ എന്നല്ല, ഒരാഴ്ച ഒരു 10 അവർ യൂസ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യം പ്രോപ്പറായി റിവിഷൻ ചെയ്യുക. കൂടാതെ 2 മോഡൽ എക്സാമെങ്കിലും അറ്റൻഡ് ചെയ്യാം. മിക്സ്ഡ് ആയിട്ടോ എല്ലാ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് മോഡൽ എക്സാമോ അല്ലെങ്കിൽ ഓരോ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന ടോപ്പിക് അനുസരിച്ചുള്ള എക്സാമോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് 2-2.5 മാസം പഠിച്ചതാണ്, അത് മറന്നു പോകരുത്. നമ്മൾ ഒരു 3 ആഴ്ച കൂടുമ്പോൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ചെയ്ത പോലെ തന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഡി നോട്ടുകൾ, മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് ടൈം അധികം പോവാത്ത രീതിയിൽ, വെച്ചാൽ പഠിക്കാൻ മാക്സിമം ടൈം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുക. അതേപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യത്തിന് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മളൊരു 3-4 പ്രാവശ്യം റിവിഷൻ ടൈം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോ ഏരിയസിലും ടോപ്പർ ആയിരിക്കും, അതിലൊരു സംശയമില്ല. നമ്മൾ റിവിഷൻ ചെയ്തോ നമ്മൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ HSC നാച്ചുറൽ സയൻസിൻ്റെ വെക്കേഷൻ ബാച്ചുകൾ ടോസ് അക്കാഡമിയിൽ ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.